വയനാട്ടിൽ മാനന്തവാടിക്കടുത്ത് പഞ്ചാരക്കൊല്ലിയിൽ പ്രിയദർശിനി എസ്റ്റേറ്റിനോട് ചേർന്നുള്ള വനത്തിന് തൊട്ടരികിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. എനിക്ക് പിന്നിൽ കാണുന്ന ഈ പ്രദേശത്ത് വെച്ചാണ് ഇന്ന് അതിദാരുണമായി കടുവയുടെ ആക്രമണത്തിൽ രാധ എന്ന സ്ത്രീ കൊല്ലപ്പെട്ടത്. അതിനുശേഷം ഇപ്പോൾ ജനങ്ങൾ വലിയ പ്രക്ഷോഭം ആരംഭിക്കുകയും ആ പ്രക്ഷോഭത്തിനൊടുവിൽ കടുവയെ പിടികൂടാനുള്ള നടപടികൾ ആരംഭിക്കുകയും ചെയ്തിരിക്കുകയാണ്. കൂട് അല്പസമയത്തിനകം തന്നെ സ്ഥാപിക്കും. കൂട് എത്തിക്കഴിഞ്ഞു. ഈ സ്ഥലത്തേക്ക് കൂട് എത്തിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് വനപാലകരുള്ളത്. അതേസമയം തന്നെ 200ഓളം വനപാലകരുടെ നേതൃത്വത്തിലുള്ള വലിയൊരു RRT ടീം അംഗങ്ങൾ ദൗത്യസംഘം ഇവിടെ എത്തി കടുവയെ വെടിവെച്ച് പിടികൂടാനുള്ള മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള ദൗത്യവും ആരംഭിച്ചിട്ടുണ്ട്. വെടിവെച്ചോ അല്ലെങ്കിൽ കൂട്ടിനകത്തോ ആക്കി കടുവയെ പിടികൂടാൻ കഴിഞ്ഞില്ലെങ്കിൽ വെടിവെച്ച് കൊല്ലാൻ തന്നെയാണ് ഉത്തരവുള്ളത്. പ്രിൻസിപ്പൽ CCF ആണ് ഇത് സംബന്ധിച്ച ഉത്തരവ് രാവിലെ ഇറക്കിയത്. അതിനുശേഷമാണ് ജനങ്ങൾ മൃതദേഹം വിട്ടുകൊടുത്തത്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തിട്ടുണ്ട്. സംസ്കാര നടപടികളൊക്കെ ബാക്കി കാര്യങ്ങളൊക്കെ ബന്ധുക്കൾ തീരുമാനിക്കും എന്നാണ് അറിഞ്ഞിട്ടുള്ളത്. ഏതായാലും കടുവയെ പിടികൂടുന്നതിനുള്ള തീവ്ര ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ പഞ്ചാരക്കൊല്ലിയിൽ അതിനുള്ള വനവകുപ്പിൻ്റെ ദൗത്യസംഘം ഏതെല്ലാം ജോലികളാണ് അവർ മണിക്കൂറുകളായി കഠിന പ്രയത്നം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. പഞ്ചാരക്കൊല്ലി പ്രിയദർശിനി എസ്റ്റേറ്റിനോട് ചേർന്ന വനത്തോട് ചേർന്ന മേഖലയിൽ വെച്ചാണ് രാധയെ കടുവ ആക്രമിച്ചത്. കാപ്പിത്തോട്ടത്തിൽ കാപ്പി പറിക്കുന്നതിനിടെയായിരുന്നു രാധയെ ആക്രമിച്ചത്. രാധ കൊല്ലപ്പെട്ട വിവരമറിഞ്ഞ് നാട്ടുകാർ വലിയ പ്രതിഷേധവുമായി അവിടെ എത്തി. ആദ്യം മൃതദേഹം എടുക്കാൻ പോസ്റ്റ്മോർട്ടം ചെയ്യാനായി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ നാട്ടുകാർ അനുവദിച്ചിരുന്നില്ല. വലിയ തോതിലുള്ള ഒരു പ്രതിഷേധം നടന്നു. പിന്നീട് മൃതദേഹം പഞ്ചാരക്കൊല്ലി എസ്റ്റേറ്റിലെ തന്നെ ഫാക്ടറിക്ക് സമീപത്തെ കെട്ടിടത്തിലേക്ക് മൃതദേഹം മാറ്റുകയാണ് ഉണ്ടായത്. അവിടെ വെച്ച് വലിയ തോതിലുള്ള പ്രതിഷേധം ഉണ്ടാവുകയും മന്ത്രി OR കേളുവും വനപാലകരും മറ്റു ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളെല്ലാം സ്ഥലത്തെത്തുകയും ചെയ്തു. പിന്നീട് RRT സംഘം ഇതേ സമയത്ത് തന്നെ ഇവിടെ എത്തി കടുവയെ പിടികൂടുന്നതിനുള്ള ദൗത്യം ആരംഭിച്ചു. അതേസമയം മന്ത്രി ജനങ്ങളുമായി നടത്തിയ ചർച്ചയിൽ 3 ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ പറഞ്ഞു. അതിലൊന്ന് കടുവയെ ഇന്ന് തന്നെ വെടിവെക്കാൻ ഉള്ള ഉത്തരവ് ഇറക്കും എന്നുള്ളതായിരുന്നു. ഈ ഉത്തരവ് മുഖ്യ വനപാലകൻ ഉടൻ തന്നെ ഇറക്കുകയും അങ്ങനെ കടുവയെ പിടികൂടാനുള്ള ദൗത്യസംഘം പഞ്ചാരക്കൊല്ലിയിൽ എത്തുകയും ചെയ്തു. അതേസമയം തന്നെ നഷ്ടപരിഹാര തുകയായി 11 ലക്ഷം രൂപ നൽകും എന്നാണ് പറഞ്ഞത്. 11 ലക്ഷം രൂപ നഷ്ടപരിഹാരമായി നൽകുകയും അതിന് ആദ്യ ഗഡുവായി 5 ലക്ഷം രൂപ ഇന്ന് വൈകുന്നേരത്തോടു കൂടി രാധയുടെ കുടുംബത്തിന് കൈമാറുകയും ചെയ്തു. ഡ്രോൺ നിരീക്ഷണം അടക്കമുള്ള നിരീക്ഷണങ്ങളെല്ലാം ഇവിടെ കടുവയെ കണ്ടെത്തുന്നതിനായി നടത്തുകയുണ്ടായി. ഡ്രോണിൽ ക്യാമറയിലൊന്നും കടുവയുടെ ദൃശ്യങ്ങളൊന്നും പതിഞ്ഞില്ല എങ്കിൽ കൂടി പലർ ഇവിടെ എത്തിയ ചിലരൊക്കെ കടുവയെ നേരിൽ കണ്ടതായി പറഞ്ഞു. വൈകുന്നേരം 3 മണിയോടുകൂടി, അതായത് രാധയെ രാവിലെ ആക്രമിച്ച അതേ സ്ഥലത്ത് വെച്ച് വീണ്ടും കടുവയെ കണ്ടതായി 3 മണിയോടുകൂടി കണ്ടതായി പ്രദേശവാസികളിൽ ചിലർ പറഞ്ഞു. കടുവയെ പിടികൂടാനായി വനപാലകർ കൂട് എത്തിച്ചു. വളരെ ശ്രമകരമായ ഒരു ദൗത്യമായിരുന്നു അത്. റോഡിൽ നിന്ന് കൂട് ഇറക്കി രാധയെ ആക്രമിച്ച വനത്തോട് ചേർന്ന പ്രദേശത്താണ് കൂട് സ്ഥാപിച്ചത്. വൈകുന്നേരത്തോടു കൂടിയാണ് കൂട് സ്ഥാപിച്ചത്. കൂട്ടിൽ ഇരയായി ആടിനെയാണ് കെട്ടിയിട്ടുള്ളത്. ഈ കൂട്ടിൽ കടുവ കുടുങ്ങും എന്ന പ്രതീക്ഷയാണുള്ളത്. അഥവാ കടുവ കൂട്ടിൽ കുടുങ്ങിയിട്ടില്ല എങ്കിൽ മയക്കുവെടി വെക്കാൻ വേണ്ടി ഡോക്ടർ അരുൺ സക്രയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. RRT സംഘം ക്യാമ്പ് ചെയ്യുന്നുണ്ട്. 200ഓളം വനപാലകരാണ് ഈ ദൗത്യത്തിൽ പങ്കാളികൾ ആകുന്നത്. അതുകൊണ്ട് തന്നെ കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടാൻ കഴിയും എന്നുള്ളതാണ് പ്രതീക്ഷ. മയക്കുവെടി വെച്ച് പിടികൂടാൻ കഴിഞ്ഞില്ലെങ്കിൽ വേണ്ടി വന്നാൽ വെടിവെച്ച് കൊല്ലാൻ തന്നെയുള്ള ഉത്തരവാണ് ഇറങ്ങിയിട്ടുള്ളത് എന്നാണ് അവിടെ നിന്നുള്ള എല്ലാവരും സൂചിപ്പിച്ച വിവരം. ഏതായാലും കൂട് സ്ഥാപിച്ച കൂട്ടിൽ കുടുങ്ങുകയോ അല്ലെങ്കിൽ മയക്കുവെടി വെച്ച് പിടികൂടുകയോ അതല്ലെങ്കിൽ വെടിവെച്ച് കൊല്ലുകയോ തന്നെ ചെയ്ത് ഈ കടുവയുടെ ശല്യം ഭീതി അകറ്റണമെന്നാണ് നാട്ടുകാരുടെ എല്ലാം ആവശ്യം. ഇവിടെ കാട്ടുപോത്തിൻ്റെ ആക്രമണ ഭീഷണിയുണ്ട്, കാട്ടാനയുടെ ആക്രമണ ഭീഷണിയുണ്ട്, പുലി ഉള്ള പ്രദേശമാണിത്. വനത്തോട് ചേർന്ന കൃഷിയിടങ്ങളിലെല്ലാം ധാരാളം ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ തേയിലത്തോട്ടത്തിൽ ജോലിയെടുക്കുന്ന തൊഴിലാളികളുണ്ട്. ഇവരെല്ലാം ജീവൻ വലിയ ഭീഷണിയിലാണുള്ളത്. അതുകൊണ്ട് തന്നെ ജീവന് ഭീഷണിയായ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിന് ഇരയാകുന്നത് തടയുന്നതിനു വേണ്ടി പ്രതിരോധ സംവിധാനങ്ങൾ ഏർപ്പെടുത്തണമെന്നൊരാവശ്യം നാട്ടുകാരെല്ലാവരും തന്നെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വയനാട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വന്യമൃഗ ആക്രമണം ശല്യം രൂക്ഷമായിരിക്കുകയാണ്. വാഗേരിയിൽ പ്രജീഷ് എന്ന കർഷകൻ കൊല ചെയ്യപ്പെട്ടു. ദാരുണമായ ആ സംഭവം. തൊണ്ടർനാട് പഞ്ചായത്തിലെ പുതുശ്ശേരിയിൽ തോമസ് എന്ന കർഷകൻ കടുവയുടെ ആക്രമണത്തിൽ കൊല ചെയ്യപ്പെട്ടു. അതിനുശേഷമാണ് ഇന്ന് നാടിനെ നടുക്കിയ വലിയ ദുരന്തം ഉണ്ടായത്. രാധ എന്ന
45 വയസ്സുകാരി കടുവയുടെ ആക്രമണത്തിൽ കൊല ചെയ്യപ്പെട്ടത്. ഇത് നാടിൻ്റെ നൊമ്പരമായി മാറുകയാണ്. ഇന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം രാധയുടെ മൃതദേഹം സൂക്ഷിച്ചിരിക്കുകയാണ്. നാളെ സംസ്കരിക്കുമെന്നാണ് ബന്ധുക്കൾ അറിയിച്ചിട്ടുള്ളത്. നാളെയായിരിക്കും സംസ്കാരം ഉണ്ടാവുക. അതിനിടെ വലിയ തോതിലുള്ള പ്രതിഷേധമുണ്ട്. മാനന്തവാടി മുനിസിപ്പാലിറ്റി പരിധിയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രദേശത്ത് പഞ്ചാരക്കൊല്ലിയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മാനന്തവാടി മുനിസിപ്പാലിറ്റി പ്രദേശത്ത് ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ജനങ്ങൾ വലിയ തോതിലുള്ള ഒരു പ്രതിഷേധം ഉയർത്തുകയും ചെയ്തു. ഏതായാലും യുദ്ധകാലാടിസ്ഥാനത്തിൽ കടുവയെ നിരീക്ഷിക്കാനും പിടികൂടാനുമുള്ള ശ്രമമാണ് വനപാലകരുടെ ഭാഗത്തു നിന്ന് നടക്കുന്നത്. ഒരുക്കങ്ങളെല്ലാമാണ് നടക്കുന്നത്. ഇനിയൊരു ആക്രമണം, ഇനിയൊരു ദുരന്തം ഈ പ്രദേശത്തൊന്നും ഉണ്ടാകാതിരിക്കുന്നതിനുള്ള ഒരു ശ്രമം ഉണ്ടാകണം എന്നാണ് വനപാലകരോട് നാട്ടുകാരെല്ലാം ഒരേ സ്വരത്തിൽ ആവശ്യപ്പെടുന്നത്. വയനാട് ജില്ലയുടെ പല ഭാഗത്തും ഇപ്പോൾ കടുവയുടെ ശല്യം, പുലിയുടെ ഭീഷണി, അതുപോലെ തന്നെ കാട്ടാന ശല്യം എല്ലാം നിലനിൽക്കുന്നുണ്ട്. ഈ പഞ്ചാരക്കൊല്ലി പ്രദേശത്തും പുലി സാന്നിധ്യം ഉണ്ട് എന്നാണ് നാട്ടുകാർ എല്ലാവരും തന്നെ പറയുന്നത്. അതുകൊണ്ട് തന്നെ പട്രോളിംഗ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. RRT ടീമിൻ്റെ നേതൃത്വത്തിൽ രാത്രികാല പട്രോളിംഗ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആളുകളോട് വനാതിർത്തിയോട് ചേർന്ന പ്രദേശങ്ങളിൽ സഞ്ചരിക്കരുതെന്ന ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടുതൽ ക്യാമറ ട്രാപ്പുകൾ സ്ഥലത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. 15ഓളം ക്യാമറ ട്രാപ്പുകളാണ്, കെണിയാണ് ഒരുക്കിയിട്ടുള്ളത്. ക്യാമറയിൽ ദൃശ്യം പതിഞ്ഞാൽ ഉടനെ കടുവയെ ലൊക്കേറ്റ് ചെയ്ത് വെടിവെക്കാനുള്ള, ഡാർട്ട് ചെയ്യാനുള്ള ഒരു സംഘമാണ് ഇപ്പോൾ അവിടെ എത്തി ക്യാമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഏറ്റവും വിദഗ്ധരായ ഉദ്യോഗസ്ഥർ തന്നെയാണ് ഇതിലെല്ലാം ഉള്ളത്. ഇന്ന് രാവിലെ മുതൽ തന്നെ സംഘർഷഭരിതമായിരുന്നു പഞ്ചാരക്കൊല്ലിയും പ്രദേശവുമെല്ലാം. വൈകുന്നേരത്തോടു കൂടിയാണ് രംഗമൊന്ന് ശാന്തമായത്. എങ്കിലും ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ പ്രദേശത്ത് വച്ചാണ് രാധ കൊല ചെയ്യപ്പെടുന്നത്. രാധയെ കടുവ ആക്രമിച്ച് കൊന്നത്. പിന്നീട് മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടം ചെയ്യുകയായിരുന്നു. ഏതായാലും ശ്രമകരമായ ഒരു ജോലി വനംവകുപ്പിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ട്. നാട്ടുകാരെ സംബന്ധിച്ച് ഭീതി ഒഴിയുന്നില്ല. ഇനിയൊരു ദുരന്തം, വന്യമൃഗ ആക്രമണം വയനാട്ടിലും ചേർന്നുള്ള പ്രദേശങ്ങളിലും ഉണ്ടാവരുത് എന്നാണ് എല്ലാവരുടെയും ഒരു ആഗ്രഹം ഉള്ളത്. അതിനുള്ള ഒരു പരിശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പ്രതിരോധ സംവിധാനങ്ങൾ ഊർജിതമാക്കാൻ വനംവകുപ്പും തയ്യാറെടുത്തു കഴിഞ്ഞു. എല്ലാവിധ തയ്യാറെടുപ്പുകളും പ്രതിരോധ സംവിധാനങ്ങളും ഏർപ്പെടുത്തി കഴിഞ്ഞു. ഇപ്പോൾ മാനന്തവാടി ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസറായിട്ടുള്ള ജയേഷ് ജോസഫിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം തന്നെ ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അദ്ദേഹം ഡോക്ടർ അരുൺ സക്രയ്ക്കൊപ്പം തന്നെ മയക്കുവെടി വെച്ച് വന്യമൃഗങ്ങളെ പിടികൂടുന്നതിൽ വിദഗ്ധനായ സംഘത്തിലുള്ള ഒരാളാണ്. അതുപോലെ തന്നെ VC രാജു എന്ന ഫോറസ്റ്റ് ഓഫീസറും ഇവരുടെ സംഘത്തിൽ ഉണ്ട്. അതുപോലെ ഇതിലെല്ലാം പ്രാവീണ്യം നേടിയ ഉദ്യോഗസ്ഥരുമുണ്ട്. ഇന്ന് മൃതദേഹം രാവിലെ കണ്ടത് തണ്ടർബോൾട്ട് അംഗങ്ങളായിരുന്നു. തണ്ടർബോൾട്ട് മാവോയിസ്റ്റ് ഭീഷണി നിലനിൽക്കുന്ന പ്രദേശമായതിനാൽ ഇവിടെ പരിശോധന നടത്തുന്നുണ്ടായിരുന്നു. ഈ പരിശോധനയ്ക്കിടെയാണ് തണ്ടർബോൾട്ട് സേനാംഗങ്ങൾ രാധയുടെ മൃതദേഹം കണ്ടെത്തുന്നതും വിവരമറിയിക്കുന്നതും. അങ്ങനെ പുറം ലോകം ഈ കടുവ ആക്രമണത്തിലാണ് രാധ കൊല ചെയ്യപ്പെട്ടതെന്നുള്ള വിവരവും അറിയുന്നത്. ഏതായാലും നാടിനെ നടുക്കിയ ഒരു ദുരന്തമായിരുന്നു ഇന്ന് വയനാട് മാനന്തവാടി പഞ്ചാരക്കൊല്ലി വനത്തോട് ചേർന്ന ഈ പ്രദേശത്ത് ഉണ്ടായിട്ടുള്ളത്. ഡോക്ടർ വന്നതിന് ശേഷം ടൈഗറിൻ്റെ സാന്നിധ്യം അടുത്തുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം ഒരു തവണ കൂടി വിസിബിൾ ആയിട്ടുണ്ട് ടൈഗറിന് ഇൻസിഡൻറ്റിന് ശേഷം. അപ്പോൾ അതുകൊണ്ട് സാന്നിധ്യം അകന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ കാടിനുള്ളിൽ കയറി പരിശോധിച്ചിട്ടില്ല. ഡോക്ടർ വന്നതിന് ശേഷം അടുത്ത നടപടി ആരംഭിക്കും. ഇപ്പോൾ ഏകദേശം 200ഓളം സംഘമാണ് നമ്മുടെ കൂടെ ഉള്ളത്, ഈ ദൗത്യത്തിലുള്ളത്. 200ഓളം വെച്ചാൽ ഇവിടെ ഇപ്പോൾ നിലവിൽ അത്രയില്ല. പക്ഷേ നമുക്ക് പല സ്കോഡുകളായിട്ട് വർക്ക് ചെയ്യേണ്ടി വരും. കാരണം ഇത് ജനവാസ മേഖലകളും കാട് ഇടകലർന്ന് കിടക്കുക. നമുക്ക് പല സ്ഥലത്തും സ്കോഡുകളായിട്ട് മാറി വാച്ച് ചെയ്യാൻ നിൽക്കേണ്ടി വരും. അപ്പോൾ അതിനുള്ള വരുന്നത് ഇപ്പോൾ നിലവിൽ നമ്മൾ ഇവിടെ സാന്നിധ്യം ഉണ്ടെന്ന് കരുതുന്നതുകൊണ്ട് ഈ പ്രദേശം സുരക്ഷിതമായിട്ട് വെച്ചിരിക്കുകയാണ്. കൂട്ടിലേക്ക് ആദ്യത്തെ ഇൻസിഡൻറ്റ് നടക്കാനാണ് കാരണം അതിനടുത്തേക്ക് വരാൻ സാധ്യത കൂടുതലാണ്. അതിനടുത്ത് കുറച്ച് സാന്നിധ്യം, കുറച്ച് ആളുകളെ ഇവിടെ മാറ്റി ഇവിടുത്തെ മനുഷ്യ സാന്നിധ്യം കുറച്ച് നമ്മളെ വാർത്ത കാണുന്ന ആളുകളൊക്കെ ഒരു കൗതുകത്തോടെ വഹിക്കുന്നത് കൊണ്ടായിരിക്കും ഇത്രയൊരു സെക്യൂരിറ്റി ആയിട്ടുള്ള ഒരു ഡ്രസ്സിംഗ് കോഡ് വരുന്നത്. മറ്റുള്ള എങ്ങനെയാണ് ഈ ദൗത്യത്തിൻ്റെ ഇത് വരുന്നത്? ഇത് SOP പ്രകാരം ഇവിടെ ഒരു ആക്ഷൻ ആരംഭിക്കുമ്പോൾ ഇവിടുത്തെ സുരക്ഷിതത്വം കൂടെ നോക്കേണ്ടതുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഇനി ഡോക്ടർ എത്തിക്കഴിഞ്ഞാൽ ഡാർട്ട് ചെയ്യാൻ പോവുകയാണെങ്കിൽ അദ്ദേഹത്തിനൊക്കെ സുരക്ഷിതമായിട്ട് ഈ ജോലി പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ട് സെക്യൂരിറ്റിക്ക് പോകേണ്ടതുണ്ട്. ഞാൻ മാത്രമല്ല, ഇനിയും ചിലപ്പോൾ ആളുകൾ കൂടുതൽ ഇതേപോലെ ബോഡി പ്രൊട്ടക്ടറുള്ള വേഷത്തോട് കൂടിയിട്ട് കൂടെ പോകേണ്ടി വരും. ഇപ്പം നമുക്ക്